ഈ ലോകത്ത് പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി എന്ത് കാര്യമാണെങ്കിലും പഠിച്ചാൽ അവസാനിക്കും. ഒരു കാര്യം മാത്രമേ പഠിച്ചാൽ അവസാനിക്കാതിരിക്കുകയുള്ളൂ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകത്തെ മഹാത്ഭുതമാണ്. അത് നമ്മൾ പഠിച്ചേ പറ്റൂ. നബി തങ്ങളുടെ കുട്ടിക്കാലം, പുണ്യനബിയുടെ യുവത്വം, നബി തങ്ങളുടെ വാർദ്ധക്യം, മുസ്തഫ നബി തങ്ങളുടെ യാത്രകൾ, പുണ്യനബിയുടെ സഞ്ചാരങ്ങൾ, എല്ലാ കാര്യങ്ങളും പഠിക്കണം. പഠനത്തിലെ ഏറ്റവും വലിയ പഠനം, വായനയിലെ ഏറ്റവും വലിയ വായന മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വായനയായിരിക്കണം. നമ്മളൊക്കെ പുസ്തകം വായിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും വായിക്കലുണ്ട്. വായനയിലെ ഏറ്റവും വലിയ വായന മുഹമ്മദ് നബിനെ കുറിച്ചുള്ള വായനയായിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ചത് രണ്ടാൾക്കാരാണെന്നാണ് ചരിത്രം പറയുന്നത്. ഒന്ന് സർ സയ്യിദ് അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാള് അല്ലാമ ഇക്ബാല്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, വലിയ ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ അദ്ദേഹം ശമ്പളത്തിന് ഒരാളെ വെച്ചിരുന്നു. ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കണം. അപ്പൊ ഇടക്കിടക്ക് പുസ്തകങ്ങൾ എണ്ണി വെക്കുക. നബിതങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ തോന്നില്ലെങ്കിൽ അങ്ങാടി പോയിട്ട് ബുക്ക് വാങ്ങിക്കൊടുന്ന് വെക്കണം. ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കണം എന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ആള് മൗലാന മുഹമ്മദ് അലി ആയിരുന്നു. അങ്ങനെ ഒരിക്കല് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നമ്മുടെ ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും ആർക്കെങ്കിലും ദാനം കൊടുത്തോ, ഞാൻ അവിടെ ഒന്നും വെക്കണ്ടാറുണ്ട്. അപ്പൊ മോൻ ചോദിച്ചു, വാപ്പ, നമ്മുടെ ലൈബ്രറിയിൽ നബിതങ്ങളെ കുറിച്ചായിരിക്കണം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ, അതൊരു മുസാഫ് മാത്രം ബാക്കി വെച്ചാൽ എങ്ങനെ യാഥാർത്ഥ്യമാകാനാണ് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഖുർആൻ മുഴുവനും മുഹമ്മദ് നബിയാണ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ മുഴുവനും മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നല്ലേ, അതെങ്ങനെ മുഹമ്മദ് നബി ആകുക എന്ന് ചോദിച്ചു. അത് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു തന്നെയാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റഹ്മത്തിനെ തന്നവൻ എന്നാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് നബി ആകുന്നു എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ഫാത്തിഹ സൂറത്ത് മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ മദ്ഹുൻ നബിയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആകെ കരഞ്ഞത് 4 സമയത്താണെന്നാണ്. 4 പ്രാവശ്യമാണ് ഇബ്ലീസ് നിലവിളിച്ചത്. ഒന്ന് ഹീന ലുഇന, സ്വർഗത്തിൽ വെച്ച് ശപിക്കപ്പെട്ടവനെ എന്ന് പറഞ്ഞപ്പോൾ നിലവിളിച്ചു. അത്രയിട്ടും കരുതിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് കരഞ്ഞത് ഹീന ഹുബിത്ത, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കരഞ്ഞു. മൂന്നാമത് കരഞ്ഞത് ഹീന ഉലിദ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് കരഞ്ഞു. റബീഉൽ അവ്വൽ 12 ചിലർക്ക് നിലവിളി വരും. നബി തങ്ങൾ ജനിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട്. നാലാമത് കരഞ്ഞത് ഹീന നുസില, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ്. അൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ കരഞ്ഞു. എത്ര പ്രധാനപ്പെട്ട സദസ്സുകൾ നോക്കിക്കോളി. വലിയ VIP-കളൊക്കെ കൂടിയ വലിയ സദസ്സാണെന്ന് വിചാരിച്ചോളി. എല്ലാ വർത്താനം പറയുന്നുണ്ട്, വലതുവശം പറയുന്നുണ്ട്, ഇടതുവശം പറയുന്നുണ്ട്, രാഷ്ട്രീയമുണ്ട്, മതകാര്യമുണ്ട്, പള്ളി കമ്മിറ്റിയുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. അവസാനം ആരെങ്കിലും ഒരാള് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ 2 പുറത്തേക്ക് ഇറങ്ങും. എന്തേ കാരണം? സൂറത്തുൽ ഫാത്തിഹ മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ എന്നത് അതിലെ ഓരോ ആയത്തും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ കുറെ സൂറത്തുണ്ട്. വല്ലുഹ സൂറത്ത് മദ്ഹുൻ നബിയാണ്. അലം നശ്റഹ് സൂറത്ത് മദ്ഹുൻ നബിയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ മദ്ഹുൻ നബിയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ മദ്ഹുൻ നബിയാണ്. ത്വാഹ സൂറത്ത് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവസാനം ഇറങ്ങിയ ആയത്ത് മദ്ഹുൻ നബിയാണ്. ദീന് പൂർത്തിയായി ഹജ്ജത്തുൽ വദാഇന്. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിറങ്ങി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങി. ആ ആയത്തിറങ്ങിയതിന്റെ ശേഷം പിന്നെ ഇറങ്ങിയ ആയത്തുണ്ട്, അത് മദ്ഹുൻ നബിയാണ്. എന്തായത്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു
ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇങ്ങനെ തന്നെ അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. വലിയ മുദരിസായിരുന്നു ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ ദർസ് നടക്കുന്ന സമയത്ത് അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്ന് പേരായ ഒരാൾ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് കയറി വന്നു. ബെരിന് കണ്ടപ്പോൾ മൂപ്പര് ഇരിക്കണോടത്തുനിന്ന് നീച്ചിട്ട് വാതിൽക്ക് പോയിട്ട് അയാളെ കൂട്ടിക്കൊടുന്നു. എന്നിട്ട് മൂപ്പരെ തോളിലുണ്ടായിരുന്ന മുണ്ട് വിരിച്ചിട്ട് അതിലിരുത്തി. എന്നിട്ട് മൂപ്പരിങ്ങനെ എന്തൊക്കെ പിരാന്തന്മാര് വർത്താനം പറയും പോലെയൊക്കെ വർത്താനം പറഞ്ഞു. എന്നിട്ട് പിന്നെ അയാൾ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ശിബിലി ഇമാം എഴുന്നേറ്റു. അങ്ങനെ ഗേറ്റിന്റെ അവിടെ കൊണ്ടായിട്ട് യാത്ര അയച്ചു വിട്ടിട്ട് മടങ്ങിപ്പോന്നു. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ എന്താണ് ഇയാളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. എന്താണ് ഇയാളെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ബഗ്ദാദുകാര് പറയാറുണ്ട് ഇദ്ദേഹത്തിന് പിരാന്താണ്. എന്നിട്ട് എന്താ മൂപ്പര അങ്ങനെയൊക്കെ കാട്ടണമെന്ന് ചോദിച്ചു. അപ്പോൾ അല്ലാമ ശിബിലി പറഞ്ഞു, ഇതേ ചോദ്യം ഞാൻ ഒരിക്കൽ നബിനോട് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഞാൻ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ സഹാബത്തൊക്കെ ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ് എല്ലാവരും ഉണ്ട് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അവർക്ക് ദർസ് നടത്തിയിരുന്നു. അപ്പണ്ട് ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് കയറി വരുന്നു, ഉറക്കത്ത് കാണുകയാണ്, ഇയാൾ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മൂപ്പര പോയി കൂട്ടിക്കൊടുന്നിട്ട് തട്ടം പിരിച്ചു കൊടുത്തു, അതിലിരുത്തി. ഇതേമാതിരി കുറെ വർത്താനം മൂപ്പര അവിടുന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോയപ്പോൾ നബി തങ്ങൾ കൂടെ പോയി യാത്ര അയച്ചു. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അതഫഅലു ഹകദാ ബിഹാദാ, നബിയെ ഇയാളെന്താ അങ്ങനെയൊക്കെ കാട്ടുന്നത്? വഅഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ, ബഗ്ദാദുകാര് പറയാറുണ്ട് ഇദ്ദേഹത്തിന് പിരാന്താണ് എന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ശിബിലിയെ ഇങ്ങക്ക് ഇയാൾ അറിയോന്ന് ചോദിച്ചില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിൽ എന്റെ പേരുണ്ട് എന്ന കാരണത്താൽ ഇയാൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം അത് ഓതാറുണ്ട് പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മാഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്കാൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് ذلك مثلهم بالتوراة ومثلهم بالإنجيل. എന്റെ പേരയിലുണ്ട് എന്നുള്ള കാരണത്താൽ ഇദ്ദേഹം എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതാറുണ്ട് എന്ന് പറഞ്ഞു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഒരു പെണ്ണ് വന്നു. ഹസനുൽ ബസ്രി എന്ന് പറഞ്ഞാൽ താബികളുടെ നേതാവാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ അടുത്ത് വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, എനിക്കൊരു മോളുണ്ടായിരുന്നു, ഒറ്റ മോളെ ഉള്ളൂ, അവള് മരിച്ചു, എനിക്കിപ്പോൾ ആരുമില്ല. എൻ്റെ മോളെ അവസ്ഥ എന്താണെന്ന് അറിയാൻ എനിക്കൊന്ന് സ്വപ്നത്തിൽ മോളെ കണ്ടാൽ തിരക്കടില്ല, അതിന് പറ്റിയ എന്തേലും ഒന്ന് പറഞ്ഞു തരീന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരെന്തോ ഒന്ന് പറഞ്ഞു കൊടുത്തു, ദിക്റോ മറ്റെന്തോ ഒന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ പെണ്ണ് പോയി. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മാതിരി ചെയ്തു. മോളെ കണ്ടു. കണ്ടപ്പോ കയ്യും കാലും ചങ്ങലയിട്ട് പൂട്ടിയിട്ട് നരകത്തിലുണ്ട്. അപ്പൊ ഒരൊഴിച്ചു. പിറ്റേ ദിവസം ഹസനുൽ ബസ്രിയുടെ അടുത്ത് വന്നാണ്ട് സങ്കടം പറഞ്ഞു, ഞാൻ എൻ്റെ മോളെ കണ്ടത് ഇങ്ങനെയൊക്കെയാണല്ലോ. നൊരൊഴിച്ചപ്പോ ഹസനുൽ ബസ്രിക്ക് തോന്നി പറഞ്ഞു കൊടുക്കേണ്ടിന്നില്ലാന്ന് തോന്നി. അങ്ങനെ പെണ്ണ് മടങ്ങി. കുറെ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ സ്വപ്നത്തിൽ കണ്ടു. പിന്നൊരു ദിനം ഹസൻ എന്നവർ താജുള്ളതായി കാണുന്നു പെണ്ണിനെ സ്വപ്നമിൽ സ്വർഗത്തിലായി. പിന്നൊരു ദിനം ഹസൻ എന്നവർ, താജ് എന്ന കിരീടം, പിന്നൊരു ദിനം ഹസൻ എന്നവർ താജുള്ളതായി കാണുന്നു പെണ്ണിനെ സ്വപ്നമിൽ സ്വർഗത്തിലായി. അപ്പോൾ മഹാൻ ചോദിച്ചു, എന്താ പെണ്ണേ ഈ സ്ഥിതിയിലാകാൻ കാരണം പറ പൊന്നേ. എൻ്റെ അമ്മനോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ, എന്തേ സ്വർഗത്തിൽ കിരീടം വെച്ചിരിക്കാൻ കാരണം എന്ന് ചോദിച്ചു. കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നു പോയി
ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നു പോയി. ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി അതിൽ പെട്ടു ഞാനും വന്നു കിട്ടി നജാത്ത്. സുഹൃത്തുക്കളെ അതുകൊണ്ട് ചൊല്ലി സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനമെന്ന് പറഞ്ഞാൽ പോരാ, റസൂലിന്റെ ജന്മദിനമെന്ന് പറഞ്ഞാൽ പോരാ. റബീഉൽ അവ്വൽ 12 മുഹമ്മദിന്റെ ജന്മദിനമാണ്. മുഹമ്മദായ ദിവസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈമാനുള്ളവന് റബീഉൽ അവ്വൽ 12 പറയുമ്പോൾ ഒരു ഉഷാർ കിട്ടും. അല്ലാത്തവൻ മുഹറം ഒരു 15 കഴിഞ്ഞാൽ തന്നെ മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നവനെ ഇലക്ട്രിക് പോസ്റ്റ് എഴുതിക്കും. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാവാറുള്ള മാസം റബീഉൽ അവ്വലാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുള്ളത് റബീഉൽ അവ്വൽ. അത് കഴിഞ്ഞാൽ പിന്നെ റമദാൻ മാസമാണ്. എന്താ റബീഉൽ അവ്വലിലെ തർക്കം? മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു, മൗലിദ് ഓതൽ ശിർക്ക് തന്നെയാകുന്നു. ഇതാണ് സംഗതി. ഈമാൻ പോകൽ മുഹമ്മദ് നബി ഇൻസൾട്ട് ചെയ്യപ്പെട്ടാലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കൽബിൽ മോശമായി തുടങ്ങിയാൽ ഈമാൻ പോകുന്നു എന്നതിന്റെ അടയാളമാണ്. അല്ലാഹു തആല ഞമ്മക്ക് ഒന്നും തന്നിട്ടില്ല, ആകെ മുഹമ്മദ് നബിനെ തന്നേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞിട്ടാ തോന്നും ഖുർആൻ അള്ളാഹു നമുക്ക് നൂലുമങ്ങനെ ഇറക്കിയതാണ്. നല്ലല്ലോ, അള്ളാഹു തആല നമുക്ക് ഖുർആൻ തന്നിട്ടില്ല. അള്ളാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ലെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ഓതുന്ന അൽ കഹ്ഫില് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്. തോനാളുണ്ടെങ്കിൽ ഇബാദ് എന്നാണ് പറയേണ്ടത് എന്ന് ഉംറ വിസക്ക് പോയാൽ തന്നെ അറിയാം. വിസ വേണ്ട ഇനി. അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്, തോനാളുണ്ടെങ്കിൽ ഇബാദ് അറിയും. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി ഒരാൾക്കാണ് കൊടുത്തിട്ടുള്ളത്. ഖുൽ ഇൻ കുൻതും അലാ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഖുർആൻ ഒരാൾക്ക് കൊടുത്തതാണ്, മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയാണ് നമ്മക്ക് തന്നിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം നമ്മക്ക് തന്നിട്ടില്ലല്ലോ. നിസ്കാരം തന്നിട്ടില്ല എന്ന് മാത്രമല്ല, നിസ്കാരം നമ്മക്ക് വേണ്ടി ചോദിച്ചു വാങ്ങി കൊടുന്നതാ മിറാജിന്. മിറാജിന്റെ അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഞമ്മക്ക് അല്ലാഹു തആല ഒന്നും തന്നിട്ടില്ല, നമ്മക്ക് ആകെ തന്നത് മുഹമ്മദ് നബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയെല്ലാം അള്ളാഹു മുഹമ്മദ് നബിക്കാണ് നൽകിയിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞാട്ടാ തോന്നും ലൈലത്തുൽ ഖദർ അല്ലാഹു തആല നമ്മക്ക് തന്നതാണ്. ലൈലത്തുൽ ഖദർ നമ്മക്ക് തന്നതല്ല. കാരണം ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയത് അല്ലാഹു ദിവസത്തിന്റെ പ്രത്യേകത. ഖുർആൻ ഇറങ്ങിയതാണ് പ്രത്യേകത. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ഖുർആൻ ഇറങ്ങിയതാണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങൂല. അപ്പൊ നബി തങ്ങളില്ലെങ്കിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മുൻഗാമികൾക്കൊന്നും ലൈലത്തുൽ ഖദർ ഇല്ലല്ലോ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾക്ക് ലൈലത്തുൽ ഖദർ ഇല്ല. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾക്ക് ലൈലത്തുൽ ഖദർ ഇല്ല. ലൈലത്തുൽ ഖദർ നമുക്ക് മാത്രമേ ഉള്ളൂ. എന്താ കാരണം? മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 120 വരികൾ നാളെ സ്വർഗത്തിലേക്ക് വരി നിൽക്കുമെന്നും അതിൽ 90 വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്നും അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും നമുക്കാണ്. ആദ്യമായി വിചാരണയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്നതും നമ്മളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചതിൽ ഏറ്റവും ഷറഫായ ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശയിൽ പോലും പറയരുത് ഈ കൗമ് നേരാവൂല. ചിലപ്പോ അങ്ങനെയൊക്കെ ഒരു വർത്താനുണ്ട്, നമുക്ക് വേണ്ടാത്ത വർത്താനം. നമ്മൾ ചിലപ്പം പറയാന്ത് ഈ കൗമ് നേരാവൂല എന്നൊക്കെ പറയും. ഏത് കൗമ്? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ പറ്റിയിട്ട് നമ്മളാ പറഞ്ഞത്. ആകെ നേരാകുന്ന ഒരു കൗമാണിത് മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും ഓർമ്മയില്ലാതെ പോലും അങ്ങനെ പറഞ്ഞു പോകരുത് എന്നാണ്. ഇത് വല്ല നേരാകുന്ന ഉമ്മത്താണ്, പുണ്യ നബിയുടെ ഉമ്മത്താണ്. 90 വരികളും നമ്മൾ തന്നെയാണ്. ബാക്കി 30 വരിയാണ് എല്ലാ ഉമ്മത്തും കൂടി ഉള്ളത്.
അതുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം ഈമാന്റെ അടിസ്ഥാനാണ്. അതന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം. അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടോ, സുന്നി അല്ലാതാകുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ബഹുമാനം ലഭിച്ചിട്ടുള്ളത് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ അടങ്ങാത്ത സ്ഥാനം, അതിരില്ലാത്ത സ്ഥാനം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരിക്കണം. ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവനും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിൽ കയറിയത് മുഹമ്മദ് നബിക്ക് വരാനായിരുന്നു. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാമിനെ മക്കയിൽ കൊണ്ടുചെന്ന് താമസിപ്പിച്ചത് മുഹമ്മദ് നബിക്ക് വരാനായിരുന്നു. ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ലോകത്ത് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ. ആദ്യം പറഞ്ഞതിന്റെ അത്ര മനസ്സിലാകണതല്ല അത്. സംഭവിക്കാത്ത കാര്യങ്ങളും എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നതിന്റെ ഉത്തരം മുഹമ്മദ് നബിക്ക് വേണ്ടി സംഭവിച്ചില്ല എന്നാണ്. ഉദാഹരണം പറഞ്ഞാല് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കെട്ടിച്ചിട്ടില്ല, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ടില്ല. എന്തേ കല്യാണം കഴിക്കാതിരിക്കാൻ കാരണം? മുഹമ്മദ് നബിക്ക് സ്വർഗത്തിൽ കല്യാണം കഴിക്കാൻ. ലോകത്ത് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ്. ഇനി അതിനേക്കാൾ മനസ്സിലാകാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് മൂന്നാമത്തേത്. ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താ സംഭവിക്കാൻ പോണത്? ഇനി മരിക്കും, ഖബറിലെത്തും, ഖിയാമത്ത് നാളുണ്ടാവും, മഹ്ശർ ഉണ്ടാവും, ഹിസാബ് ഉണ്ടാവും. ഇതൊക്കെ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഹിസാബ് പറഞ്ഞാല്? ഹിസാബ് ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലം ഉണ്ടാവുന്നതാണ്. ചുരുങ്ങിയ കണക്ക്, എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചാല് ഏറ്റവും ചുരുങ്ങിയ കണക്കിന് 50,000 കൊല്ലം ഉണ്ടാവും. 50,000 കൊല്ലം ചെമ്പിന്റെ തറയില് സൂര്യൻ ഒരു ചാണുയരത്തിൽ എന്നത് ഏത് ആലങ്കാരിക പ്രയോഗമാണ് എന്ന് കൂട്ടിയാലും നല്ല ചൂടുണ്ടാവും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ലല്ലോ. നെരിയാണി വരെ വിയർപ്പുള്ളവർ, കാൽമുട്ട് വരെ വിയർപ്പുള്ളവർ, അരവരെ വിയർപ്പുള്ളവർ, ചെവി വരെ വിയർപ്പുള്ളവർ, മൂക്ക് വരെ വിയർപ്പുള്ളവർ, വിയർപ്പിൽ മുങ്ങിത്താഴുന്നവർ, അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലായ മഹ്ശറയിൽ നിൽക്കും 50,000 കൊല്ലം. എന്തിനാ 50,000 കൊല്ലം? ഹിസാബ് തുടങ്ങിയിട്ടില്ല, തുടങ്ങാത്ത 50,000 കൊല്ലാണ്. എന്തിനാ 50,000 കൊല്ലം നിൽക്കണത്? 50,000 കൊല്ലം ഇങ്ങനെ നിൽക്കുമ്പോ ഒരാളോ അവന്റെ അടുത്തുള്ള ആളോട് പറയും എന്താ നൃത്തം. അപ്പൊ അയാൾ ഇങ്ങോട്ടും പറയും എന്താ നൃത്തം. 50,000 കൊല്ലം നിൽക്കണതേ. അപ്പൊ ഒരാളോ അവന്റെ അടുത്തുള്ള ആളോട് പറയും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറയും. അപ്പൊ മറ്റവൻ പറയും എന്നാ പോയി നോക്കാന്ന് പറയും. അങ്ങനെ പോകും ഇബ്രാഹിം നബിയുടെ അടുക്കൽ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ, മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ, ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ. എന്നിട്ട് പറയും സ്വർഗത്തിലേക്കായാലും വേണ്ടില്ല, നരകത്തിലേക്കായാലും വേണ്ടില്ല, ഇവിടെ നിന്ന് കഴിച്ചിലായാൽ മതിയായിരുന്നു. സ്വർഗത്തേക്കായാലും വേണ്ടില്ല, നരകത്തേക്കായാലും വേണ്ടില്ല, ഇവിടെ നിന്ന് കഴിച്ചിലായാൽ മതിയായിരുന്നു എന്ന് പറയും. ഓലെല്ലാരും പറയും കുട്ടികളെ നമ്മളെ കാര്യം തന്നെ വലിയ കഷ്ടാണ് എന്ന് പറയും. അങ്ങനെ അവസാനം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ആവലാതി പറയും. നബി തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് അർശിന്റെ താഴ്ഭാഗത്തേക്ക് പോയി സുജൂദിൽ വീഴുന്നു. സുജൂദിനൊടുവിൽ പറയപ്പെടും മുഹമ്മദ് മുഹമ്മദേ തല ഉയർത്തു, എന്ത് വേണമെങ്കിലും തരാമല്ലോ. റസൂലെ തല ഉയർത്തു എന്നല്ലോ, നബിയെ തല ഉയർത്തു എന്നല്ല, മുഹമ്മദെ തല ഉയർത്തു എന്നാണ്. ഈ വിളിയിൽ ഒരർത്ഥം ഉണ്ട് എന്നാണ്. അപ്പൊ ഞാൻ സാലിം വൈസിയാണ്.
ഇന്നവിടെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തുണിയും കുപ്പായും ഇസ്തിരി ഇടുന്നവനായ സാലിം ഫൈസി ഇതാ പ്രസംഗിക്കുന്നു എന്ന് പറയാൻ പറ്റൂലല്ലോ. നവിന് ഇസ്തിരി ഇടലില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്. കന്തൂറട്ടവനായ സാലിം ഫൈസി പ്രസംഗിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? നവിനെ കന്തൂറിട്ടിട്ടില്ലേ? ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റൂല. കാരണം പ്രസംഗിക്കുന്നതിന്റെ യോഗ്യത കന്തൂറട്ടതല്ല, അതുകൊണ്ടാ പറയാൻ പറ്റാത്തത്. പിന്നെന്താ പറയേണ്ടത്? പ്രമുഖ പ്രകാശകനും പണ്ഡിതനുമായ എന്നൊക്കെ പറയണം. മുഹമ്മദ്, മുഹമ്മദെ തല ഉയർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദീയത്താണ് ഷഫാഅത്തിന്റെ യോഗ്യത, നുബുവത്തും റിസാലത്തുമല്ല. നുബുവത്തായിരുന്നുവെങ്കിൽ അയ്യുഹൻ നബിയു എന്നാണ് വിളിക്കുക. റിസാലത്തായിരുന്നുവെങ്കിൽ അയ്യുഹർ റസൂലു എന്നാണ് വിളിക്കുക. മുഹമ്മദീയത്തിനെ തന്നെ അംഗീകരിക്കണം. അത് 40 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. നുബുവത്തും റിസാലത്തും അംഗീകരിക്കാൻ വളരെ എളുപ്പമുണ്ട്. മുഹമ്മദീയത്തിൽ അംഗീകരിക്കണോടത്താണ് പ്രശ്നം പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ മുഹമ്മദീയത്തിനെ തന്നെ അംഗീകരിക്കും. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ 12 നമുക്ക് ഇരുന്നോടത്ത് ഇരിക്കാൻ വയ്യാതാണ്. നമുക്ക് 12 ആയാൽ പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് ചോദിക്കും സദറുസ്താദിനോട്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ സദറുസ്താദ് പറയും എന്നാ പാടിക്കോളി എന്ന് പറയും. അപ്പണ്ട് പാടും. അപ്പൊ കീശയിൽ കായുള്ള ആൾക്കാരുണ്ടാവും, ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണം. ഓൽക്ക് തോന്നും ഇനിയിപ്പോ ഈ കായ് ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കവറിലിട്ടിട്ട് കൊടുക്കാൻ തോന്നും, അപ്പോൾ ഒരാൾ കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യത്തിന്റെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ ആശയം. ആ ആശയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാകുന്നത്. സമസ്തയുടെ കീഴിൽ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതും കൊണ്ടു നടക്കുന്നതുമെല്ലാം. മഹാനായ KT ഉസ്താദ്, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഇവിടെ 12 കുട്ടികളെ കൊണ്ട് സ്ഥാപിച്ചു എന്ന് സ്വാഗത ഭാഷണം മുതൽ എല്ലാ പ്രഭാഷണങ്ങളിലും പറയണ്ടായി. ഈ മഹത്തായ സ്ഥാപനം ഇന്ന് വലിയൊരു സമുച്ചയമായി മാറി ഉസ്താദ് അവറുകൾക്ക് സ്ഥിരമായി ഫാത്തിഹ കിട്ടുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ സമ്പാദിക്കാവുന്ന ചില പ്രത്യേക സംഭാവനകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് മക്കളുണ്ടോ ഇല്ലയോ എന്ന ഒരു ചർച്ച ഉണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിന് മക്കൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന് മക്കളുണ്ടോ ഇല്ലയോ എന്ന ഒരു ചർച്ച ഉണ്ട്. ആ ചർച്ച നടക്കുന്നതിൻ്റെ ഒടുവിൽ ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇബ്ൻ ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറയുന്നുണ്ട്. കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ എന്താ, ഫാത്തിഹ ഓതാൻ ഇഷ്ടം പോലെ ആൾക്കാരെ മഹാനവർകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മരിച്ചു എന്നിട്ട് ഖബറ് കിടക്കുമ്പോൾ ഒരു ഫാത്തിഹ കിട്ടുക എന്ന് പറഞ്ഞത് ഒരു വലിയ കിട്ടൽ തന്നെ ഇക്കാരം. അതിന് കുറച്ച് ആൾക്കാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെ ആയിരിക്കും. അധിക പെൺകുട്ടികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്കൊക്കെ കല്യാണത്തോട് താല്പര്യമില്ലാതായി മാറിയിട്ടുണ്ട്. കല്യാണത്തോട് താല്പര്യമില്ലാതായതിൻ്റെ കാരണം അതിൻ്റെ കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹത്തോട് താല്പര്യമില്ലാതെയാവാൻ കാരണം വിവാഹം എന്നത് ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. ഹലോ വില്ലൂർക്കാരെ, വെസ്റ്റ് വില്ലൂർക്കാരെ, വെസ്റ്റ് ആയാൽ മതി, വേസ്റ്റ് ആകരുത്. ഇങ്ങോട്ട് നോക്കിയിരിക്കുക എല്ലാവരും. ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ വേസ്റ്റ് ആവും. എനിക്കും വേസ്റ്റ് ആവും, നിങ്ങൾക്കും വേസ്റ്റ് ആവും. അതുകൊണ്ട് വെസ്റ്റ് ആയാൽ മതി. ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും. നോക്കുന്നുണ്ടാവും, നോക്കുന്നുണ്ട് ചങ്ങായിമാരങ്ങള്. എന്നാ ചെല്ലി الشفاعة هب لنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله. നിക്കാഹിനോട്, വിവാഹത്തോട് അധികവും പെൺകുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് ഇന്ന്. അതിൻ്റെ ഒരു കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹം എന്നത് അനിവാര്യതയാണ് ജീവിതത്തിന് എന്ന് മനസ്സിലാക്കിയതാണ് പ്രശ്നം. ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല. അങ്ങനെയാണ്, അതുകൊണ്ട് കല്യാണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. ജീവിക്കാൻ വിവാഹം ഒന്നും അനിവാര്യമല്ല. തീരെ വിവാഹിതരായ ആളുകളും ജീവിച്ചിട്ടുണ്ട്. ഈസ നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ.
ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? മഹാനായ സയ്യിദുനാ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടില്ലേ? ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല. പിന്നെന്തിനാ വിവാഹം? ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാഴ്ചപ്പാട് ജീവിക്കാനല്ല. ശരിക്ക് സ്വർഗത്തിൽ എല്ലാവരും ആണും പെണ്ണുമാണെന്ന് സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടില് അലൽ അറായികി അരീക്കത്തി എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കുന്നതാണ്. ലഹും അവർക്കുണ്ട് ഫിയാദിൽ ഫാകിഹത്തുൻ പഴങ്ങള് വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്നതെന്തും. കല്യാണം ശരിക്കും സ്വർഗത്തേക്കുള്ളതാണ്. ആദ്യത്തെ കല്യാണം നടത്തിയത് അബുൽ ബശറായ ആദം അലൈഹിസ്സലാമാണ്. ആദ്യത്തെ പുതിയാപ്ല സ്വർഗത്തിൽ നിന്നാണ്. ആദ്യത്തെ പുതിയണ്ണ് ഉമ്മനയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു, സ്വർഗത്തിലാണ്. അവസാനത്തെ കല്യാണവും സ്വർഗത്തിലാണ്. മുത്തുനബിയുടെ തൃക്കല്യാണം മറിയം ബീവിയെ കല്യാണം കഴിക്കും. അവസാനത്തെ കല്യാണവും സ്വർഗത്തിനാണ്. ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തിലാടും മേളത്തിൽ എങ്ങളെ ചേർക്കല്ല അമീൻ. അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നബി തങ്ങളുടെ കല്യാണമാണ്. കല്യാണം സ്വർഗത്തിലേക്കുള്ളതാണ്. ഇവിടത്തെ അതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തിലെ, ഇവിടത്തെ അതേ ഭർത്താവ് തന്നെയാണ് സ്വർഗത്തിലെ. സത്യത്തിൽ കല്യാണം, വിവാഹം എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. വൈവാഹിക ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും കൂലിയുണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കും കൂലിയുണ്ട്. എല്ലാം സ്വർഗത്തിലാണ്. മൻ തവ്വജ ലില്ലാഹി തവ്വജ മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലികി ഹബീബുനാ റസൂലുള്ളാഹി. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് അവന് രാജാവിന് നൽകപ്പെടുന്നത് പോലെയുള്ള കിരീടം ധരിപ്പിക്കപ്പെടുന്നതാണെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം ഒരിക്കലും ദുനിയാവിലേക്കുള്ളതല്ല, വിവാഹം സ്വർഗത്തിലേക്കുള്ളതാണ്. ഈ കാഴ്ചപ്പാടാണ്ട് പോയാല് കല്യാണം ഒരു ഭാരമായിട്ട് മാറും. കാഴ്ചപ്പാട് മാറിയാലാണ് വിവാഹം ഭാരമാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ദീൻ അവതരിപ്പിക്കുന്ന വിവാഹം എന്ന കാഴ്ചപ്പാട് ദുനിയാവിലേക്കുള്ളതല്ല, അത് ആഖിറത്തിലേക്കുള്ളതാണ്, സ്വർഗത്തിലേക്കുള്ളതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും കൂലി സ്വർഗത്തിലാ പറഞ്ഞിട്ടുള്ളത്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിന്റെ കൂലി നൽകപ്പെടുമെന്നാണ്. ഒരു ഷഹീദ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയാ നിങ്ങള്? സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഉഹുദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി കൊന്നു. കൊന്നിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് നെഞ്ച് കുത്തിക്കീറിയിട്ട് അതിൽ നിന്ന് കരള് വലിച്ച് പുറത്തേക്കെടുത്ത് വായിലിട്ട് ചവച്ചു തുപ്പി. അതൊക്കെയാണ് ഷഹീദ് പറഞ്ഞാല്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിൽ കയറ്റിയിട്ട് 4 ഭാഗത്തു നിന്നും അമ്പെയ്തിട്ട് ശരീരം അരിപ്പ പോലെ തൂങ്ങിക്കിടന്നു. അതൊക്കെയാണ് ശ്വാതാക്കന്മാര്. അങ്ങനത്തെ 100 ഷഹീദിന്റെ കൂലി ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൽകപ്പെടുന്നതാണ്. പോരെ? അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയാൽ താല്പര്യം കുറയും. കാഴ്ചപ്പാട് ശരിയാണോ, എന്നാ പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നും. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? ഗൾഫ് പോവാതെ പൈസ കിട്ടും. ഗൾഫിൽ നിന്ന് എല്ലാവർക്കും പൈസ എങ്ങനെ നൂലുമ്പോ വരുന്നുണ്ട് നിങ്ങൾ കേട്ടുക്കണോ? ഇല്ല, അത് പോയിട്ട് അധ്വാനിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? 100 ഷഹീദിന്റെ കൂലിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും.
ഓർപ്പനല്ലേ? 100 ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാലുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഒരാൾ തൻ്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. ഒക്കെ സ്വർഗത്തുക്കുള്ള ഒരുക്കാണ് ശരിക്കത്, സ്വർഗത്തുക്കുള്ള ഒരുക്ക. പക്ഷെ നമ്മളതിനും ഗാനമേള നടത്തിയതിനിപ്പോ അള്ളാഹു തആല എന്ത് കാട്ടാനാ? സംഗതി സ്വർഗത്തുക്കുള്ള ഒരുക്കാണ്. അവിടെ ചെന്നിട്ട് ഗാനമേള. ഇവിടുന്ന് അത് നല്ല വട്ടത്തിൽ വെള്ളിയാഴ്ച രാവിലെ പള്ളിക്ക് വെച്ചിട്ട് സയ്യിദന്മാര്, ഉസ്താദന്മാര്, സാദാത്യങ്ങള്, നേതാക്കന്മാര്, കാരണന്മാരൊക്കെ സാന്നിധ്യത്തിൽ ഭംഗിയാക്കി ഉഷാറാക്കി അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അറിയിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തൊന്നും പിശുക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പൈസ ഉള്ള ആളുകൾ അവരുടെ വകയായുള്ള നല്ല ഭക്ഷണങ്ങൾ സാമ്പത്തികമായി പ്രയാസമുള്ള ആൾക്കാർ ആ പേരിൽ തിന്നോട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ബിസ്ക്കറ്റും ചായ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം പോലെ ചെയ്യട്ടോ. വേറെല്ലായിടത്തൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട്. നിക്കാവിൻ്റെ അവിടെ ചെന്നപ്പോൾ പൈസ ചുരുക്കാന്നും പറഞ്ഞാണ്ട് ബിസ്ക്കറ്റും ചായയും. അത് നല്ല നിലക്കൊരു മട്ടത്തിൽ ആർഭാടം വേണ്ട, ധൂർത്തും വേണ്ട. ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കലോ വിരുന്നുകാരെ ഇക്രാം ചെയ്യലോ ഒരിക്കലും ധൂർത്തൊന്നല്ല. അപ്പൊ അതൊരു മര്യാദക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ്റെ അടുത്ത് സാമ്പത്തികം ഉണ്ട്, ആൾക്കാർ നല്ലത് തിന്നോട്ടെ, എന്താ അതിന് കുഴപ്പം? കൊണ്ടുപോയി കൊട്ടാൻ പാടില്ല, അത് ധൂർത്താവും. കുറേ ഉണ്ടാക്കിയാണ്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു തലക്കൊന്നിങ്ങനെ എടുത്തു നോക്കിയാണ്ട് ബാക്കി കൊണ്ടുപോയി കൊട്ടി, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. നല്ല ഭക്ഷണം ഉണ്ടാക്കണതിനോ കൊഴുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവൻ സ്വർഗത്തിലേക്കുള്ള ഒരുക്കഒരുങ്ങാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് നല്ലവർക്ക് കൊടുത്തു. അതിനൊന്നും ഒരു വിരോധമില്ല. എന്തായാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് വിവാഹം തന്നെ സംഗതി. ഈമാനിന്റെ സ്ഥാനത്താണ് നിക്കാഹ് വരിക. നിങ്ങളിത് നല്ലോണം മനസ്സിലാക്കിക്കോളി. എന്താ ഇപ്പൊ ബാക്കിയില്ലാത്തത്? ഇപ്പൊ എന്താ ഒക്കെ ശരിക്കന്നല്ലേ ഇപ്പൊ ഈ പറഞ്ഞേ? ഈ പറയാൻ പറഞ്ഞിട്ട് പറയണതും പറയാതെ പറയണതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഖത്തീബുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട്, വെള്ളിയാഴ്ച പറഞ്ഞ വിഷയം പറയരുത് എന്നാണ്. ചില വെള്ളിയാഴ്ച സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വിഷയം പറഞ്ഞു തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും റൂമിക്ക് വരാൻ. ഇന്ന് ഉസ്താദെ നമുക്ക് ഇന്ന വിഷയം പറയണം എന്ന് പറയും. ആ വിഷയം പറയാൻ പാടില്ല. അതെന്താ വെച്ചാൽ അത് അയാളുടെ മനസ്സിൽ ഒരാളെ കണ്ടിട്ടുണ്ടാവും. ഗീബത്താണ് പറയണ പരിപാടി. ആ വിഷയം പറയാൻ പാടില്ല. അപ്പൊ ഞാൻ ഖത്തീബുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട്, കമ്മിറ്റിക്കാർക്ക് അറിയിപ്പ് നൽകാം, പക്ഷേ കടലാസിൽ എഴുതി തരണം. അതിങ്ങനെ ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ കടലാസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വിഷയം പറഞ്ഞതിന് ശേഷം എന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു എന്ന് പറയണം. കടലാസ് ഇങ്ങനെ കാട്ടിയിട്ട് സെക്രട്ടറിക്ക് പറയാനുള്ളത് സെക്രട്ടറി തന്നെ പറയാം. ഖത്തീബിന് പറയാനുള്ളത് ഈമാൻ തഖ്വ വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. അത് മറ്റുള്ളവരുടെ ഗീബത്താവാൻ പാടില്ല. ഈ പറഞ്ഞു തരുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയാറില്ല. ഞാൻ പറയുന്ന വിഷയം ഈമാനിന്റെ ശാഖകളെ നമ്മൾ സൂക്ഷിക്കണം. ഈമാനിന് ഒരുപാട് ശാഖകളുണ്ട്. 70-ൽ ചില്ലാനം. എല്ലാം മനുഷ്യന്റെ പെരുമാറ്റക്കാരം, എല്ലാം മനുഷ്യന്റെ പെരുമാറ്റങ്ങളിൽ പെട്ടതാണ്. അതൊക്കെ നല്ലോണം സൂക്ഷിക്കണം. ഈമാൻ കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നിപ്പോ കുട്ടികളാരും നേരങ്ങത്തിൽ പോണില്ല, ഒക്കെ ചാടിയിട്ടാണ് പോണത് എന്നാണ് കേട്ടത്. ഒന്നെങ്കിൽ റബ്ബറും പാല് കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തവളയാകാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോഴല്ല ഈ ചാടുക. തവളയാകാൻ പഠിച്ചാൽ ചാടും, റബ്ബർ പാല് കുടിച്ചാലും ചാടും. നടന്നു പോണില്ല, ഒക്കെ ചാടിയിട്ടാ പോണത് എന്നാണ്. എന്താ കാരണം? ഒരു കാര്യം ഞാൻ പറയാം. പ്രണയവിവാഹങ്ങൾ എന്ന് പറയുന്നത് അവസാനം പരാജയപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് അത് അവസാനം പരാജയപ്പെടുമെന്ന് പറയാൻ കാരണം ഒരു ഹദീസ് കൊണ്ടാണ്. മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്നതാണ് ഹദീസ്. മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ തുടങ്ങിയത്, ഫഹുവ ഔലാ ബിന്നാർ, അത് നരകത്തിലേ അവസാനിക്കുകയുള്ളൂ. ഹറാമിലാണ് തുടങ്ങുന്നത്. കാണൽ ഹറാമല്ല കേട്ടോ, നോക്കൽ ഹറാമാണ്. 9:25 ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. തിങ്കളാഴ്ച. ചൊവ്വാഴ്ചയും 9:25 ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. ബുധനാഴ്ചയും ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നു, അന്ന് മുതൽ ഹറാമായി.
പ്രണയം ഹറാമിൽ തന്നെയാണ് തുടങ്ങുന്നത്, അല്ല എന്ന് പറയരുത്. ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കും. എന്നാൽ അൽ ഐനാനി സിനാഹുമാ അന്നദറു ഹബീബുനാ റസൂലുള്ളാഹി, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്. വൽ യദാനി സിനാഹുമാ അൽ ബത്ഷു, കയ്യിന്റെ വ്യഭിചാരം തൊടലാകുന്നു. വരിജ്ലാനി സിനാഹുമാ അൽ മശിയു, കാലിന്റെ വ്യഭിചാരം നടത്തവാകുന്നു. വല്ലിസാനു സിനാഹുമാ അൽ കലാം, നാവിന്റെ വ്യഭിചാരം സംസാരമാകുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിവാഹത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമിലല്ല തുടങ്ങണതെന്ന് പറയരുത്, ഹറാമ് തന്നെയാണ് തുടങ്ങണത്. മാ നബത ബിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ, ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ എന്ന് മുത്തുനബി പറഞ്ഞതാണ്. വഹയിന്റെ ഇൽമാണ്, തെറ്റൂല. മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വഹയിന്റെ ഇൽമാണ്, അത് തെറ്റൂല, അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോൾ നാളെ ഒരാൾ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് അങ്ങനെയൊക്കെയാണ് പറയാൻ പാടുണ്ടോ? ആരേലും ഒക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചവരുണ്ടാവൂലേ, ഓല ആകെ അടങ്ങാറാവൂലേ? ഞാനിപ്പോൾ ഞാൻ എന്ത് കേട്ടാനാ? ഓലോട് ഇനി പറയാനുള്ളത് ആകെ ഒറ്റ വയ്യുള്ളൂ, നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കളീന്ന്. എന്തെങ്കിലും വയ്യ പറയണ്ടപ്പോൾ ഓലോടും വേണമല്ലോ വയ്യ പറയാം. ഓരോട് ആകെ ഒരു വയ്യേ പറയാനുള്ളൂ, നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കളീന്ന്. അപ്പൊ കിട്ടി ഉസ്താദെ ഐഡിയ, ഇസ്തിഗ്ഫാർ ചെല്ലാൻ വേണ്ടി കള്ളുടിച്ചാൻ പറ്റുമോന്ന്. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. കുറച്ച് ഇസ്തിഗ്ഫാറാണ് ചെല്ലിയാൽ മതിയല്ലോ എന്ന് കരുതി കണ്ട് കെട്ടാത്തവരൊന്നും കെട്ടാൻ പോണ്ട. കെട്ടിയവർക്ക് ഇനി അതേ വഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്.